സർ, വന്ദേമാതരം. വന്ദേമാതരം. സർ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് പരിക്കേറ്റില്ല, പക്ഷെ അവർക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമം നടന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 24 മണിക്കൂറിൽ കൂടുതലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ച ഇതിനെ സംബന്ധിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പൊതുവേ കേരളത്തിലടക്കം ഉള്ള ഒരു നരേറ്റീവ്, ഒരു ആഖ്യാനം, ഇതൊരു ട്രംപ് ആസൂത്രണം ചെയ്ത ഒരു നാടകമാണിത് എന്നാണ്. ഈ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് സാർ? ഈ പഴുതടച്ച സുരക്ഷ എന്നൊക്കെയാണ് നമ്മൾ അമേരിക്കൻ വൈറ്റ് ഹൗസിനെ കുറിച്ചും പെൻറ്റഗണിനെ കുറിച്ചും CIA കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള FBI അവരുടെ സംവിധാനത്തെക്കുറിച്ചും ഒക്കെ. അങ്ങനെ പഴുതടച്ച സുരക്ഷയുള്ള ഒരു നാട്ടിൽ അവിടുത്തെ പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റിനെ, രണ്ടുപേരെയും ഒരേ സമയം ആക്രമിക്കാൻ ശ്രമം നടക്കുക, അക്രമി പിടിയിലായിട്ടുണ്ട്. അങ്ങനെ സത്യത്തിൽ അത് സംഭവിക്കുമോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പ്രശാന്ത്, നിങ്ങൾ പറഞ്ഞ സംശയങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മളിവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകൾക്കുള്ള സംശയം എനിക്കുമുണ്ടായി. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെയാണല്ലോ. ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത്, ഞാനായിരുന്നെങ്കിൽ പോലീസിൽ ഞാനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ ഡീൽ ചെയ്യും, ഞാനൊരു DIG ആണ് അല്ലെങ്കിൽ IG ആണ്, ഇതെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള ആ ഒരു സംശയം എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് ഇത് പഠിച്ചു നന്നായിട്ട്. പിന്നെ ട്രംപിൻ്റെ കാര്യമില്ലേ, ട്രംപ് പല നമ്പരും കാണിക്കും. അപ്പോൾ ഇറാൻ്റെ ഇതൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ, ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ഇറാൻ, ഇത് ഞാൻ സ്റ്റഡി ചെയ്തു. ഈ 2-3 ദിവസം, 2-2.5 ദിവസമായിട്ട് ഞാനിത് സ്റ്റഡി ചെയ്യുകയും എൻ്റെ വെളിയിലുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുകയും അതിൻ്റെ മെറ്റീരിയലൊക്കെ അയച്ചു തരികയും, പിന്നെ വെളിയിലത്തെ ഇൻ്റർനാഷണൽ ഇതുണ്ടല്ലോ, ജേണലുകളുണ്ട്, അതൊക്കെ ഞാൻ വായിച്ചു 2-2.5 ദിവസമായിട്ട്. അവസാനം ഞാൻ ഒരു തീരുമാനത്തിലെത്തി, ഇത് നാടകമല്ല, ഇത് ആക്ച്വലി സംഭവിച്ച ലോകത്തിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള അമേരിക്കൻ പ്രസിഡന്റാണ് ലോകത്തിലെ ഏറ്റവും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രംപ് വന്ന ശേഷം ഏറ്റവും 3 അറ്റംപ്റ്റ് കഴിഞ്ഞു. അതെ, ഇത് അദ്ദേഹത്തിൻ്റെ പുറത്ത് 3 അറ്റംപ്റ്റ്, 3ഉം സീരിയസ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ അമേരിക്ക USA എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ 27 അമെൻമെൻറ്റ്സ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. 27 അമെൻമെൻറ്റ്സ്. ഇത് സെക്കൻഡ് അമെൻഡിൽ പെടുന്നതാണ്. ആർക്കും, അതായത് ഭ്രാന്തുള്ളവർക്കും ക്രിമിനൽ ജയിലിൽ പോയവർക്കും ഒഴിച്ച് ബാക്കി ആർക്കും അവരുടെ മൗലിക അവകാശത്തിൽപ്പെട്ടാണ് ഗൺ ക്യാരി ചെയ്യുക എന്നുള്ളത്. 1, 2, 3 ഗൺ ക്യാരി ചെയ്യാം എന്നുള്ളത്. അത് അവരുടെ സെക്കൻഡ് അമെൻമെൻറ്റിൽ പെടുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 4 US പ്രസിഡന്റുമാരെ, എബ്രഹാം ലിങ്കൺ തൊട്ട് 4 US പ്രസിഡന്റുമാരെ ഇതുവരെ വധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നാടാണ്. 16 ഓർമ്മ ശരിയാണ്, 16 to 20 അറ്റംപ്റ്റ്സ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പുറത്ത് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇതുവരെ. ഇറ്റ്സ് എ ബിഗ് നമ്പർ. എന്ന് കഴിഞ്ഞാൽ 150 വർഷത്തിനകത്ത് അതിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത്. അല്ല, ഈവൻ ട്രംപിന്റെ ഈ ചെവിയുടെ അടുത്തൂടെ അല്ലേ പോയത്? പാവപ്പെട്ട വേറൊരു ഫയർഫോഴ്സ് ഓഫീസർ കൊല്ലപ്പെട്ടു. ചെവിയുടെ അടുത്തൂടെയാണ്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. പിന്നെ എനിക്ക് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ പക്ഷേ മുഴച്ചു നിൽക്കുന്ന ഈ അറ്റംപ്റ്റിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് തിയഡോർ റൂസ്വെൽറ്റും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും, 2 പേരുടെ എഗൻസ്റ്റ് ആയിട്ടും. അതിന് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് ഇതാണ്, തളർവാദം വന്ന ആളാണ്, അദ്ദേഹം ചക്രകസേരയിലാണ്. അവർക്ക് 2 പേർക്കെതിരായിട്ടും അറ്റംപ്റ്റ് നടത്തി, പക്ഷെ ഫെയിലായി. പക്ഷേ ഏറ്റവും സീരിയസ് ആയിട്ട് നിയർ ദ ഡെത്ത് വന്നത് റീഗനാണ്. 1981 ഞാൻ പോലീസിലെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1981 അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ചെറിയ മുറിവ് പറ്റി, പക്ഷെ അദ്ദേഹം അൽഷിമേഴ്സ് ആയിപ്പോയി. ഡെമൻഷ്യയും പാർക്കിൻസണും എല്ലാം കൂടെ വന്നു. അത് ഈ ബ്രെയിനിൽ എന്തോ പറ്റിയ ചെറിയ സർജറിയുടെ സമയത്ത് വന്ന ഇതാണ്. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം വിമുക്തി നേടിയില്ല. അദ്ദേഹം വെളിയിലൊക്കെ ഇറങ്ങി നടന്നു, പക്ഷെ ഹി വാസ് നോട്ട് ദ ഓൾഡ് റീഗൻ. അപ്പം അതുകൊണ്ട് ഈ ട്രംപിൻ്റെ ഇത്, പക്ഷേ ഇതിന് നമുക്ക് ഇപ്പം ഞാൻ FBI അല്ലെങ്കിൽ ഇവിടെ NIA അല്ലെങ്കിൽ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉള്ള ഒരു മെമ്പറായിരുന്നെങ്കിൽ
ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു ഇന്ന ആംഗിളും കൂടെ നമ്മൾ നോക്കണോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷാ കാര്യത്തിൽ അല്ലല്ല, സുരക്ഷാ കാര്യത്തിൽ സുരക്ഷാ വീഴ്ചയുള്ളത് അവർ നോക്കിക്കോളും. വളരെ ഈസി ആയിട്ടാണ് അവൻ വന്നത്. അതെ അതെ. പക്ഷെ അത് അവന് ഉടനെ തന്നെ അത് വന്നെങ്കിലും അവനെ വെടിവെച്ച് വീഴ്ത്തി. പക്ഷെ അവിടെ എങ്ങനെ കയറി എന്നുള്ള അതൊക്കെ അവര് അവർ ഇത് ഓഡിറ്റ് നടത്തിക്കോളും. നമ്മളിപ്പം എന്തായാലും ഒരു സുരക്ഷാ വീഴ്ചയുണ്ട്. പിന്നെ FBI ഡയറക്ടർ നമ്മുടെ ആളാണല്ലോ, നമ്മുടെ ആളെന്ന് പറഞ്ഞാൽ കശ്യപ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പക്ഷെ ചിലപ്പം കശ്യപിന് സ്ഥാനം തെറിക്കാനുള്ള ചാൻസ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടല്ല, അദ്ദേഹത്തിനെ പറ്റി ഒരു വലിയ അലിഗേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം എപ്പോഴും മദ്യപിച്ച് കിടക്കുന്നു. ഞാൻ വായിച്ചല്ലോ, വാഷിംഗ്ടൺ പോസ്റ്റിൽ ഏതിലൊക്കെ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലും ഡിസ്കഷനാണ്. അദ്ദേഹം എപ്പോഴും മദ്യപിച്ച്. പക്ഷെ അദ്ദേഹം വന്ന കാലം തൊട്ടേ അദ്ദേഹത്തിനോട് ഒരു ഉണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ചെറിയൊരു വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവളെ സൂയിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ സൂയി ഞാൻ നിങ്ങൾ കോടതി കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു എവിഡൻസ് കാണും. പ്രത്യേകിച്ച് കശ്യപ് FBI ഡയറക്ടർക്കെതിരായിട്ടൊക്കെ ഒരു അലിഗേഷൻ റൈസ് ചെയ്യണമെങ്കിൽ ചുമ്മാ കോൺക്രീറ്റ് എവിഡൻസ് എന്തെങ്കിലും അവരുടെ കാണും. ചിലപ്പോൾ അങ്ങനെ 1-2 ദിവസം ഓഫായി പോയി കാണും. മനുഷ്യനല്ലേ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്തിൽ അങ്ങനെ ഓഫാവാൻ പാടില്ല. വെരി വെരി പവർഫുൾ. ലോകത്തിലെ ഏറ്റവും പവർഫുൾ പോസ്റ്റുകളിൽ ഒന്നാണ് FBI ഡയറക്ടർ. അപ്പോൾ അതുമൊക്കെ കൂട്ടി കലർത്തിയൊക്കെ വായിക്കുമ്പം ചിലപ്പോൾ ഇനി അദ്ദേഹത്തിന് ഒരു വീഴ്ച പറ്റി സ്ഥാനചലനം ക്യാൻ ബി റീപ്ലേസ്ഡ്. പിന്നെ അദ്ദേഹം ട്രംപിന് അത്രമാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യും. നന്നായിട്ട് പുള്ളിയെ വിളിച്ച് അഡ്മോണിഷ് ചെയ്യും. അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് വേറൊരു സംഗതിയാണ്. ഈ USA ആണ്. USA ഇവൻ M.Tech കഴിഞ്ഞ് ഡോക്ടറേറ്റ് MPhil മറ്റോ കഴിഞ്ഞ ഇലക്ട്രോണിക്സിൽ ഭയങ്കര മിടുക്കനായ ഒരുത്തനാണ്. അപ്പം അങ്ങനെയുള്ളവന് അവൻ കടുത്ത ഡെമോക്രാറ്റുകാരനാണെന്നൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു അതും ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരാളെ അവൻ വധിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണല്ലോ ഈ അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ടാണെങ്കിലും ഇതുപോലെയുള്ള ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾ. എന്തിനാ നമ്മുടെ മോഡിജിക്ക് എതിരായിട്ട് 2-3 അറ്റംപ്റ്റ് വെളി വന്നില്ലെങ്കിലും 2-3 അറ്റംപ്റ്റിന് ഇവിടെ പലരും ഒക്കെ വന്നല്ലോ. നമ്മൾ വായിച്ചല്ലോ അതിനെ പറ്റിയൊക്കെ. CIA ഉണ്ടായിരുന്നു, മറ്റവരുണ്ടായിരുന്നു. അല്ല, ചൈനയിലെ മറ്റേ SCO മീറ്റിങ്ങിന് പോയപ്പം പ്യൂട്ടിൻ അദ്ദേഹത്തെ കാറിൽ കയറ്റി. അതൊരു അറ്റംപ്റ്റ് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിന്റെ ഒരു മെറ്റീരിയലും അവൈലബിൾ അല്ല. പക്ഷെ ദർ ഈസ് സംതിങ് ഫിഷി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഹൈ പ്രൊഫൈലിലുള്ള ആളുകളെ ഇങ്ങനെ ചെയ്യാൻ പോകുമ്പം അവർ മന്ദബുദ്ധികളൊന്നുമല്ല. ഈ കോൺസ്പിറേറ്റേഴ്സ് അവർ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് പിന്നെ ഇത് വരും, എൻക്വയറി വരും. അപ്പോൾ നമുക്ക് അമേരിക്കക്കാരനെ തന്നെ പിടിച്ചാൽ മതി, അത് കിളിപോയ ഒരുത്തനെ നമ്മൾ പിടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവൻ വട്ടാണ്. ചിലപ്പോൾ അവൻ ഇതിനു മുമ്പ് സൈക്കാട്രിക്കിന് ട്രീറ്റ്മെൻറ്റിന് പോയി കാണും. 2 പ്രാവശ്യം പോയാൽ അത് മതിയല്ല, ഇവന് വട്ടാണ്. അത് എന്ന് അപ്പം അങ്ങനെയുള്ള ഒരാളെ അവർക്ക് തപ്പിയെടുക്കാൻ ഇറാനും മോശമല്ല, പാകിസ്ഥാൻ്റെ ISI മോശമല്ല. ഈ ചുമ്മാ പിന്നെ ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ പാകിസ്ഥാനാണ് എന്ന് പറയുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റുകളുടെ നേഷൻ, ടെററിസ്റ്റ് നേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇത് USA അറിയാം. ഈ USA ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ്. ഈ USA പാകിസ്ഥാന് ഈ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് എന്ന് പറയുന്നത് ഇൻലാൻഡ് തൈപ്പാനാണ്, ഓസ്ട്രേലിയൻ. അത് പിന്നെ കടിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റോ 20 മിനിറ്റോ അത്രകം നമ്മൾ മരണപ്പെട്ടു. ഓസ്ട്രേലിയയിൽ ആൻറ്റിവെനമുണ്ട്. ഒറ്റ കടിയിൽ 110 പേരെ കൊല്ലാനുള്ള വിഷമാണത്. കുത്തി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ അത് അത്ര പൊട്ടൻസി കൂടുതലാണ് തൈപ്പാൻ. അപ്പൊ ഒരു തൈപ്പാൻ, പാകിസ്ഥാനെ പോലുള്ള ഒരു തൈപ്പാനെയാണ് ഒരുപാട് നാൾ കൊണ്ട് USA മടിയിലിരുത്തി ഇങ്ങനെ പാല് കൊടുത്തോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ഞാൻ പറയുന്നത്. ചുമ്മാ പറയുന്നതല്ല. നമ്മൾ വേറെ ഒന്നും വേണ്ട. ടു കട്ട് ദ സ്റ്റോറി ഷോർട്ട്, നമ്മളെ എപ്പിസോഡ് വലിച്ചു നീട്ടാതെ ടു കട്ട് ദ സ്റ്റോറി ഷോർട്ട്, അമേരിക്കയുടെ ഏറ്റവും വലിയ വിഷയം എന്താ? ഏറ്റവും വലിയ അവരൊരിക്കലും ആരോടും ക്ഷമിക്കാത്ത ഒരു സംഭവം ഏതാ? 9/11 ആണോ? അതെ.
9/11 ഇതിനപ്പുറമൊന്നും ഇല്ലല്ലോ. പെന്റഗൺ തകർത്തു, അവരുടെ ട്വിൻ ടവർ, അവരുടെ അഭിമാന സ്തംഭം അതൊക്കെ തകർത്തു. ഇതെല്ലാവരും ഇത് ഞാൻ പറയുന്നത് അമേരിക്കയ്ക്കും അറിയാം. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തെടുക്കുന്നതല്ല. USA നിന്ന് വരുന്ന കാര്യങ്ങൾ വായിച്ചും കണ്ടും പോയി നേരിട്ടും പോയി മനസ്സിലാക്കിയതാണ് ഞാൻ ഈ ട്വിൻ ടവർ തകർന്നിടത്തൊക്കെ ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്തു. അന്ന് ഈ എപ്പിസോഡൊന്നും തുടങ്ങുന്ന ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റ് സ്റ്റഡി ചെയ്തതാണ്. പാകിസ്ഥാനാണ് 9/11. ഇത് എത്ര പേര് പറഞ്ഞ് വിശ്വസിക്കും? പാകിസ്ഥാനാണ് 9/11 സ്റ്റാർട്ട് ചെയ്യേണ്ട. കോൺസ്പിറേറ്റേഴ്സ് ചീഫ് KSM ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് നോറ്റാണ് അയാളുടെ പേര്. പാകിസ്ഥാൻകാരനാണ്. അഹമ്മദ് ഒമർ കീ കോൺസ്പിറേറ്റേഴ്സ് പാകിസ്ഥാൻകാരനാണ്. ബില്ലാദൻ എവിടുന്ന് കിട്ടിയത്? പാകിസ്ഥാനിൽ നിന്നാണ് കിട്ടിയത്. അഹമ്മദാബാദിൽ നിന്ന് പാകിസ്ഥാൻ ആർമിയുടെ ഇപ്പുറത്തുനിന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തൊട്ടിപ്പുറത്തു നിന്നാണ് അവനെ പിടിച്ചത്. ഇത് അമേരിക്ക ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാകിസ്ഥാന്. ആ സമയത്താണ് ഈ പാകിസ്ഥാൻ പണി ചെയ്തത്. എന്തിനു ചെയ്തത്? പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. പാല് കൊടുത്ത കൈക്ക് കൊത്തി എന്ന് പറയുന്നത് കറക്റ്റ് പാകിസ്ഥാനാണ് അത് സൂട്ടബിൾ ആവുന്നത്. ബെഫിറ്റിംഗ് ഫ്രൈസാണ് അത്. അപ്പോൾ ഇവരെ ഒന്നും വിശ്വസിക്കാൻ. ഇതെല്ലാം അമേരിക്കയ്ക്ക് അറിയാം, USA അറിയാം. പിന്നെ 9/11 9th അല്ലേ, 4th അവിടെ ഒരു ISIയുടെ ലെഫ്റ്റനന്റ് ജനറൽ ഉണ്ടായിരുന്നു USA. മഹമ്മൂദ് എന്ന മറ്റാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ലെഫ്റ്റനന്റ് ജനറൽ ISIയുടെ ഹെഡ്. അയാൾക്ക് എന്താ കാര്യമാണ്? അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് നടന്നത്. ഇതെല്ലാം പ്രശാന്തിന് കിട്ടും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പൊ അയാൾ ചുമ്മാ പോയതൊന്നുമല്ല. $1 ലക്ഷം ഏത് കാലത്ത്? ഇത് എന്ന് 25 വർഷം മുമ്പ് $1 ലക്ഷം പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു പാകിസ്ഥാനിൽ നിന്ന് ഇയാൾക്ക് മുഹമ്മദ് അത്ത ഈജിപ്ഷ്യനാണ്. ആ പയ്യൻ ഇതിനകത്തുണ്ടായിരുന്ന പ്രതികളിലാണ്. അവൻ ചത്തുപോയി. മുഹമ്മദ് അത്തയ്ക്ക് ഈ പാകിസ്ഥാനിൽ നിന്ന് $1 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തു. അമേരിക്കയ്ക്ക് അറിയാം, പക്ഷെ അവരത് ഡൗൺ പ്ലേ ചെയ്തു. ഇതുണ്ട്. ഞാൻ മെനിഞ്ഞാന്ന് അത് വായിച്ചതാണ്. അപ്പം പാകിസ്ഥാൻ എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ചെയ്യണമെന്ന് കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഇയാൾ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ISI എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന. ഹമാസും ഹിസ്ബുള്ള എന്നും ഞാൻ പറയില്ല. ഇവന്മാരെ പാക് ചാര സംഘടനയാണ്. അവർ തിരിഞ്ഞും മരിഞ്ഞും ആരെ അവർ വെട്ടും. ചൈനയെ വെട്ടും, റഷ്യയെ വെട്ടും, അമേരിക്കയെ വെട്ടും, ഇന്ത്യയെ വെട്ടും. എന്നിട്ട് പറയും ഞങ്ങൾ ഇതെടുത്ത് ഇപ്പം ഹമാസിന് കൊടുക്കും. ന്യൂക്ലിയർ ബോംബ്, ഒരു ചെറിയ ന്യൂക്ലിയർ ബോംബ് ഹമാസിന് കൊടുക്കും, അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ ഇറാനിലെ റബൽസിന് കൊടുക്കും എന്നൊക്കെ അപ്പം പറഞ്ഞ് ഇവന്മാർ ബ്ലാക്ക് മെയിലിങ്ങിന്റെ നമ്പർ ആണ്. ശരിക്കും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ പറ്റേ ക്രിമിനൽ കോൺസ്പിറേറ്റേഴ്സ് ആണ്. ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത അലക്സാണ്ടർക്കെതിരായിട്ട് പിന്നെ പുരൂരവസനെ ചതിച്ച ആ ജയചന്ദ്രന്റെ പിൻഗാമികൾ അവിടെയാണല്ലോ ടാക്സില്. അവിടെ പിൻഗാമികളാണ് ഇവന്മാർ ഈ പാകിസ്ഥാനിലെ ISIയും ഈ പാകിസ്ഥാൻ ആർമിയൊക്കെ. അപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇവർ വാടകയ്ക്കെടുത്താണെങ്കിലോ ഈ പയ്യനെ നമുക്കറിഞ്ഞൂടെ. ഇയാൾ വലിയ ശല്യം. നമ്മുടെ ട്രംപ് ഇയാൾ പിന്നെ ഡോഗ് ഇൻ ദ മേങ്കർ. ഇയാൾ പുല്ല് തിന്നേയില്ല, പൈസ തരേയില്ല. ഇയാൾ ചുമ്മാ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര നാളായി ഞങ്ങളുടെ പൈസയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇയാൾ ഞങ്ങളിങ്ങനെ പേപ്പർ പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ പാകിസ്ഥാൻ്റെ, ഞങ്ങളെ ടോയ്ലറ്റ് പേപ്പറിന് സമാനമായിട്ടാണ് അമേരിക്ക കണക്കാക്കുന്നത്. സംഭവം ഞാൻ പൈസ തരണില്ല. ട്രംപ് ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി ഇങ്ങനെ കറങ്ങിയൊക്കെ പോണെങ്കിലും പൈസ ഒന്നും വരുന്നില്ല. അപ്പൊ ഇയാള് വലിയ ശല്യം. നേരത്തെ ആ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ ഫ്ലോ ആയിരുന്നു, പൈസ ഇഷ്ടം പോലെ എല്ലാം വരുമായിരുന്നു. ഇപ്പൊ ഒന്നും വരണില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ പറയും പാകിസ്ഥാൻ ബ്യൂട്ടിഫുൾ മാൻ, മുനീർ മൈ ഫേവറേറ്റ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഒന്നും നടക്കണില്ല. വൈറ്റ് ഹൗസിൽ അപ്പൊ ഇയാൾ ഇങ്ങനെ തട്ടിക്കളഞ്ഞത് ഈ ഡെമോക്രാറ്റ്സോ അല്ലെങ്കിൽ ഇറാനിന്റെ റഷ്യയുടെ തലയിലാവും. നമുക്ക് വി ഡോണ്ട് നോ. പിന്നെ ഈ അമേരിക്കക്കുള്ള ഒരു കുഴപ്പം, ഇവരൊന്നും പുറത്ത് വിടില്ല. ഈ 9/11 ആണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. അതിൽ പാകിസ്ഥാനികൾ ഉണ്ടെന്ന് ഇവർ നേരെ മണ്ണം പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കയിലുള്ള ഒരു പ്രതിയാവും. കഴിഞ്ഞ ഇവന് ഈ $1 ലക്ഷം അയച്ചു കൊടുത്തപ്പം പിന്നെ അതെന്തുകൊണ്ട് ട്രാക്ക് ചെയ്തില്ല? മാത്രമല്ല ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. പാകിസ്ഥാൻ ISIയെ പ്രൊമോട്ട് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ അമേരിക്ക ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ അവർ ഡൗൺ പ്ലേ ചെയ്തു. സംഭവമുണ്ട്,
നമുക്ക് വായിക്കാം. ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് പ്രശാന്തനും വായിക്കാം. പബ്ലിക് ഡൊമൈൻ ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പൊ ഇവർ ഡൗൺ പ്ലേ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ലാസ്റ്റിന് അയാളെ അവിടെ പാർപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഈ അമേരിക്കയും ഇവരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം വലിയ ഒരു എക്സ്പോസ്ഡ് ആവുമെന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പൊ അതുപോലെ ഇതും ചിലപ്പം കാര്യം ഇപ്പം ഇവന്മാര് ഭയങ്കര തലയുള്ളവന്മാരാണ്. അത് പെർവെർട്ടഡ് ആയിപ്പോയെന്നേ ഉള്ളൂ. ഈ പാകിസ്ഥാൻ ISIയുടെ ഹെഡ്സും ഈ മുനീറിന്റെ ഒക്കെ പെർവെർട്ടഡ് ആയിപ്പോയി. അതായത് ഇവർ വിചാരിച്ചാണ് ഇതാണ് ബെസ്റ്റ് അവസരം. ഇപ്പൊ മുനീർ ഈസ് എ ബ്യൂട്ടിഫുൾ മാൻ, ഹി ഈസ് മൈ ഫേവറേറ്റ് മിലിറ്ററി ജനറൽ എന്ന് എത്ര പ്രാവശ്യം ട്രംപ് പറഞ്ഞു. എന്നിട്ട് അയാൾ തന്നെ അയാളെ തട്ടിക്കഴിഞ്ഞ പിന്നെ ആരും സംശയിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവനെ പർച്ചേസ് ചെയ്തതാണോ ഇല്ലയോ വി ഡോണ്ട് നോ. അമേരിക്ക അതൊക്കെയുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയാൻ. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് സംശയിക്കുന്നുണ്ട്. അല്ലാതെ ഇവൻ ഇങ്ങനെ ഇരുന്നിട്ട് 2 തോക്കും എടുത്തോണ്ട് അങ്ങോട്ട് പോയി വെടിവെച്ച് കൊണ്ടുവന്നില്ല. അവനെ ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് കൃത്യമായിട്ട് ഒരു ടൂളായിട്ട് അവനെ ടൂളായിട്ട് ഉപയോഗിച്ചതായിരിക്കാം. അത് ISI ഉണ്ടായിരിക്കാം. ഞാനൊരു സെക്കൻഡ് ചാൻസ് പിന്നെ ഇറാന്റെ ആളുകൾക്ക് കൊടുക്കുള്ളൂ. ഇറാനികളെ തകർന്നു നിൽക്കുകയാണ്. മുനീറിന്റെ ബുദ്ധി തലക്കെട്ടുകാർക്കില്ല. മുനീറിന്റെ ബുദ്ധി, നമ്മുടെ ഫീൽഡ് മാർഷലിനെ ഞാൻ എപ്പോഴും പറയുന്നത്, അയാളുടെ ബുദ്ധി മറ്റേ ജയചന്ദ്രന്റെ ബുദ്ധിയാണ്. പുരൂരസിനെ തോപ്പിച്ച അലക്സാണ്ടറെ പിടിച്ച ആ ബുദ്ധി, ആ DNA ആണ് ഈ യുവമാർക്ക്. അത് നമ്മുടെ ഇറാനികൾ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ്. ഇത്രയും വക്രതയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ ഒക്കില്ല. എന്തായാലും സാർ അതൊരു നാടകമല്ല, അതൊരു ഓർക്കസ്ട്രേറ്റഡ് അല്ല, സത്യമായിട്ട് നടന്നതാണ്. ഈവൻ ട്രംപിന്റെ ചെവിയുടെ കൂടെ സൈഡിൽ കൂടെ പോയപ്പോഴും ഇവിടെയുള്ള ആരൊക്കെയോ പറഞ്ഞത് നാടകമാണെന്ന്. ഞാൻ ട്രംപിന്റെ സപ്പോർട്ടറേ അല്ല. എനിക്ക് ട്രംപിന്റെ പോളിസിയോട് എനിക്ക് എതിർപ്പുണ്ട്. നമ്മുടെ രാജ്യത്തോട് ട്രംപ് ചെയ്യുന്ന ഇതിനോട് എനിക്ക് കടുത്ത എതിർപ്പുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് ട്രംപ് യൂസ്ലെസ് ആണെന്നും വാസ്തവമായിട്ട് നമുക്ക് പറഞ്ഞല്ലേ പറ്റില്ല. അതല്ലേ നമ്മുടെ പത്രധർമ്മം. നമ്മൾ ഫാക്ട്സ് പറയുക. പിന്നെ നമ്മുടെ രാജ്യത്തിന് അത് എതിരാണോ എന്നും കൂടെ നമ്മൾ ആലോചിക്കുക. പക്ഷെ എന്നാലും ഫാക്ട്സ് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതിനെതിരാണെങ്കിൽ പോലും അത് നമ്മളെ അത് പറഞ്ഞ് ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അതിന് വേണ്ടപ്പെട്ട ആളുകൾ, അത് നമ്മുടെ ഒരു കടമയാണ്. ആസ് എ ട്രൂ ബ്ലൂ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ട്രംപ് ചെയ്യുന്ന പോലെ നമുക്കൊരു രാജ്യസ്നേഹമുള്ള അറ്റത്ത് രാജ്യസ്നേഹമുള്ള ട്രൂ ബ്ലൂ ഇന്ത്യൻ ആണുള്ളത് പ്രശാന്തന്റെയും എൻ്റെ അവകാശവും. അത് നമ്മൾ പറഞ്ഞേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് സാർ ഈ ഒരു ശ്രമത്തിന്റെ പുറകിൽ ഒരു പാകിസ്ഥാൻ കൈ നമുക്ക് സംശയിക്കാം. പ്ലസ് ഇറാന്റെ ഒരു സപ്പോർട്ടും. അല്ല, ആ കാര്യത്തിൽ ഇറാനും പാകിസ്ഥാനും ഒരുമിക്കും. എന്നൊന്നും ഈ നമ്മള് പ്രശാന്ത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊരു കാര്യം ഓർക്കേണ്ട, ലോകത്തിലെ റിച്ചസ്റ്റ് ആർമി ജനറൽസ് ആണ് പാകിസ്ഥാൻ. അമേരിക്കയിലില്ല. ഒരിടത്തില്ല. അയാൾക്ക് പെൻഷൻ ഇല്ലെങ്കിൽ പെൻഷൻ ഇല്ല. അയാൾ ഡിഷ് വാഷ് ചെയ്യാൻ പോകണം. അമേരിക്കൻ ജനറൽ ഒരിടത്തും ഇല്ല. ഇത്രയും ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിലെ ജനറൽസും പാകിസ്ഥാൻ്റെ ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെ. ഇവർ ബിസിനസ് ചെയ്യുന്നു. റിപ്പബ്ലിക്കൻ ഗാർഡ്സ് ബാങ്ക്, കൃഷി എല്ലാം അതേപോലെ തന്നെ പാകിസ്ഥാനിൽ. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ ചിലപ്പം ചേർന്ന് കാണും. അതിന് മുനീറിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാണ് റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ ജനറൽസ്. ഹൂ നോസ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അതൊക്കെ അമേരിക്കക്കാർക്ക് അറിയാം. അവരത് അന്വേഷിക്കും. FBI കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ റിസൾട്ട് പുറത്ത് പറയും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ട്രംപ് പ്രതിക്കൂട്ടിലാവും. ബൊമറങ്ങി. ട്രംപ് മൊത്തം അവിടെ പോകുന്നു, ബിസിനസ് ചെയ്യുന്നു, മരുമോനെ അങ്ങോട്ട് അയക്കുന്നു, പാകിസ്ഥാൻ ജനറൽ എപ്പോഴും പോയി കാണുന്നു, വൈറ്റ് ഹൗസിൽ വിരുന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ മുനീർ വിചാരിച്ചാണ് ഇതാണ് ബെസ്റ്റ് അവസരം. അത് എന്നിട്ട് ഇന്ത്യയുടെ മറ്റേ ചൈനയുടെ പിന്നെ ഇറാന്റെ തലയിൽ വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എങ്ങനെയാണ്. അവസരങ്ങളെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇറാനും മനസ്സിലായി ഏകദേശം. അവര് പതുക്കെ ഒമാനിലേക്ക് പോയിരിക്കുകയാണ്. ഒമാനാണ് സത്യം പറഞ്ഞ യോഗ്യത ഉള്ളത് ഇതിനകത്ത്. എന്ന് അവർ ആദ്യമേ ഈ നെഗോഷിയേഷൻ ഉണ്ടായിരുന്നു. പിൻവലി അപ്പം പിന്നെ ഇത് പാകിസ്ഥാനേക്കാൾ ഡിപ്പെൻഡബിൾ ഒമാനാണ്. സംശയം എന്താ? ഒമാനികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ഇന്ത്യയുടെ നമ്പർ 1 ഫ്രണ്ടാണ്. UAE നമ്പർ 2 ആണ്. പണ്ടേ സുൽത്താൻ ഖബൂസ്
സുൽത്താൻ ഖബൂസ് ഇരിക്കുമ്പോഴേ ഇന്ത്യയുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഒമാനികൾ വിശ്വസിക്കാൻ കൊള്ളുന്ന അവർ വലിയ പോഷൊന്നുമല്ല, അവർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോകുന്നു, വലിയ അട്ടാസം ബഹളമൊന്നും ഇല്ലാതെ. മസ്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ അട്ടാസം ബഹളം ഇല്ലാത്ത ഒരു സ്ഥലമാണല്ലോ, ദുബായ് പോലെ. പക്ഷേ കുഴപ്പമില്ലാത്തൊരു രാജ്യമാണ്, ഇന്ത്യയായിട്ട് അടുത്ത് കിടക്കുകയാണ് ഒമാൻ. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. പാകിസ്ഥാന് എൻ്റെ റോള് അന്വേഷിക്കുന്ന ഞാൻ അമേരിക്കക്കാരനല്ലെങ്കിലും ഈ ലെഫ്റ്റനന്റ് ജനറൽ മഹമ്മൂദ് എന്തിനാണ് 4-ാം തീയതി അവിടെ പോയത്? അത് US അന്വേഷിച്ചാണ്, നമുക്കത് പബ്ലിക് ഡൊമൈനിലില്ല. പിന്നെ 9-ാം തീയതി ആക്രമണം നടക്കും, ടവർ അറ്റാക്ക്. അല്ല 9-ാം തീയതിയാണ് 11-ാം തീയതി 11-ാം തീയതി 11-ാം തീയതി അല്ലേ? അതെ അതെ അല്ലേ, 9/11 സെപ്റ്റംബർ മാസം 11-ാം തീയതി. 11-ാം തീയതി 4-ാം തീയതി അവിടെ ഉണ്ട്, ഏതാണ്ട് ഒരാഴ്ച. പിന്നെ അപ്പം അവിടെയും ഭയങ്കര ബുദ്ധി പ്രയോഗിച്ചാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഈ KSM എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ കോൺസ്പിറേറ്റർ നമ്പർ 1. അല്ലാതെ നമ്മളെല്ലാം പറയും ബില്ലാദൻ. നോ, ബില്ലാദൻ ഒരു ആശയമാണ്, അത് എക്സിക്യൂട്ട് ചെയ്ത് KSM ആണ്. ഷെയ്ഖ് മുഹമ്മദ് KSM എന്നറിയപ്പെടുന്ന അയാൾ ജയിലിലാണ്. അപ്പം അത് ഇവിടെയുള്ള നമുക്ക് ആർക്കും പെട്ടെന്ന് നമ്മുടെ കോമൺ മാൻ എല്ലാവരും ബില്ലാദനെയാണ് പറയുന്നത്. ബില്ലാദൻ എക്സിക്യൂട്ട് ചെയ്തില്ല, എക്സിക്യൂഷണർ. അദ്ദേഹം ഒരു ആശയമാണ് പറഞ്ഞത് ബില്ലാദൻ. പക്ഷേ ഈ ഉമറും കേസും ഒക്കെയാണ് നടപ്പിലാക്കിയത്. ഇയാള് മുഹമ്മദ് അത്ത പോലും ഇവരുടെ കയ്യിലൊരു ടൂളായി. അപ്പൊ ഈ മുഹമ്മദ് അത്തയാണോ ഈ പയ്യൻ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. എന്തായാലും നമുക്ക് ഈ FBI എന്തായാലും ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കും, ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരും. പക്ഷെ അത് എത്രത്തോളം പബ്ലിക് ഡൊമൈനിൽ എത്തും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതൊരു നാടകമല്ല, ക്ലിയർ കേസ് ഓഫ് ഇനിയിപ്പോ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ഓൾ ദീസ് തിങ്സ് എനിക്ക് തോന്നുന്നു 2ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ക്യാൻസൽ ചെയ്യുന്നത്, ട്രംപ് ചൈനയിലോട്ട് പോണത്. ഇപ്പൊ May 14 വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഇനിയും നീളാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ഓൾ ദീസ് സെക്യൂരിറ്റി ഡെവലപ്മെന്റ്സ് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരട്ടെ. നന്ദി. വന്ദേ മാതരം. വന്ദേ മാതരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.